അനാവശ്യമായ കളികൾ തന്നെ ഹറാമാണ്. ഔറത്ത് വെളിവാക്കുന്ന കളികൾ ഹറാമാണ്. നിസ്കാരം ഖളാക്കുന്ന കളികൾ ഹറാമാണ്. സമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന കളികൾ ഹറാമാണ്. കൂട്ടുകാർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന കളികൾ ഹറാമാണ്. ഇങ്ങനെയുള്ള കളികൾ തന്നെ ഹറാമാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, വിവരമില്ലാത്തതിന്റെ പേരിലാണോ അല്ലെങ്കിൽ ഇതുവരെ അതിനെക്കുറിച്ച് അറിയാത്തതിന്റെ പേരിലാണോ എന്ന് എനിക്കറിയില്ല, ആ കളികൾക്ക് പേര് തന്നെ മുസ്ലിം കപ്പ് എന്നാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരെങ്കിലും അറിയാതെ അത് ചെയ്തു പോയതാണെങ്കിൽ, ആരെങ്കിലും അറിയാതെ ആ പേര് വെച്ചു പോയതാണെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിക്കോ നാട്ടുകാരെ, തൗബ ചെയ്ത് മടങ്ങിക്കോ ചെറുപ്പക്കാരെ. എന്താണ് മുസ്ലിമിന്റെ അർത്ഥം? എന്താണ് മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം? ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ നിയമങ്ങളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച്, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അനുസരിച്ച്, അല്ല വിരോധിച്ചതിനെ പാടെ ഒഴിവാക്കിക്കൊണ്ട്, അള്ളാഹു തആല വിരോധിച്ചതിനെ പാടെ ഒഴിവാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോ ഞാനൊരു രാജാവിന്റെ അടിമയാണെന്ന എല്ലാ സമ്മതവും അർപ്പിച്ചുകൊണ്ട് വളരെ താഴ്മയോടെ ജീവിക്കുന്ന സത്യവിശ്വാസിക്ക് പറയുന്ന പേരാണ് മുസ്ലിം. എങ്ങനെ? അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച്, അല്ല കൽപ്പിച്ചത് മാത്രം ചെയ്ത്, അല്ല വിരോധിച്ചത് പാടെ ഒഴിവാക്കി, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് ഈ ലോകത്ത് ഞാനൊരു രാജാവിന്റെ അടിമയാണെന്നുള്ള താഴ്മയോടെ ജീവിക്കുന്ന മനുഷ്യന് പറയുന്ന പേരാണ് മുസ്ലിം. വിശ്വാസിക്ക് പറയുന്ന പേരാണ് മുസ്ലിം. സമ്മതിക്കുന്നവൻ, താഴ്ന്നു കൊടുക്കുന്നവൻ, അനുസരിക്കുന്നവൻ എന്നർത്ഥമുള്ള ഈ മുസ്ലിം എന്ന പരിശുദ്ധമായ പേര്, ഈ മുസ്ലിം എന്ന മഹത്വമുള്ള പേര്, പരിശുദ്ധ നിസ്കാരങ്ങൾ ഖളാക്കുന്ന, ഔറത്തുകൾ തുറന്നിടുന്ന, സമയങ്ങളെ കൊന്നുകളയുന്ന, ആരോഗ്യം കൊള്ളുകളയുന്ന, സ്പോർട്സുകൾക്ക് വെച്ചുപോയാൽ, കളികൾക്ക് വെച്ചുപോയാൽ, അതേത് കളികളാണെങ്കിലും അത് മുസ്ലിം എന്ന അഡ്രസ്സിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അള്ളാന്റെ ശാപമുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ട്, അമ്പിയാക്കളുടെ ശാപമുണ്ട്. കാരണം മുസ്ലിം എന്ന പേര് അല്ല ബഹുമാനിച്ച പേരാണ്. അള്ളാഹു തആല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഈമാനിന്റെ അടയാളമാണ്. വമൻ യുഅല്ലിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ അത് ഈമാനിന്റെ ഭാഗമാണ്, അത് തഖ്വയുടെ ഭാഗമാണ്. തഖ്വയുടെ ഭാഗം എന്നുള്ളത് കേവലം ഉറൂസല്ല, കേവലം ആഘോഷങ്ങളല്ല, അലങ്കാരങ്ങളല്ല, തബറുക്ക് വിതരണങ്ങളല്ല, ഇൻകം ഉണ്ടാക്കലല്ല, മറിച്ച് പള്ളി മോഡിഫൈ ചെയ്യലല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള തഖ്വ എന്നത് അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. അതുകൊണ്ട് വിവരമില്ലാത്തത് കൊണ്ടോ, അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടോ ഏതെങ്കിലും നാട്ടുകാർ, ഏതെങ്കിലും കൂട്ടുകാർ, ഏതെങ്കിലും മനുഷ്യർ അങ്ങനെയുള്ള കളികൾക്ക് മുസ്ലിം കപ്പ് എന്ന പേര് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ടൂർണമെന്റ് എന്ന പേര് വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗ് എന്ന പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആലിമീങ്ങൾ ഉത്തരവാദിയല്ല, സംഘടനക്കാർ ഉത്തരവാദിയല്ല. അതിനുവേണ്ടി ആലിമീങ്ങൾ ശബ്ദിക്കണം, ജമാഅത്ത് കമ്മിറ്റി ശബ്ദിക്കണം, സംഘടനാ പ്രവർത്തകർ ശബ്ദിക്കണം. എല്ലാത്തിലും മേരെ യുവാക്കളെ ജാഗൃതരാകണം. ആരോഗ്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി കളികൾ നടത്തിയിട്ട് അള്ളാന്റെ ശാപം വാങ്ങല്ല, അള്ളാന്റെ ശിക്ഷ വാങ്ങല്ല, പടച്ചറപ്പിന്റെ കോപം വാങ്ങല്ല, മലക്കുകളുടെയും അമ്പിയാക്കളുടെയും ശാപം വാങ്ങല്ല.